ചർച്ചയെങ്കിൽ ചർച്ച, അടിയെങ്കിൽ തിരിച്ചടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇറാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന പ്രസ്താവനകളെ ഇങ്ങനെ സംഗ്രഹിക്കാം. അതിനിടെ പുതിയ ഒരു വിവരം പുറത്തുവരികയാണ്. അമേരിക്കയുമായി യുദ്ധം ഉറപ്പിച്ചോ ഇറാൻ? സാറ്റലൈറ്റ് വഴി ലഭിച്ച ചില ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇറാന്റെ ചില നീക്കങ്ങൾ അത്തരം സംശയമാണ് ഉണർത്തുന്നത്. ഇറാൻ പ്രധാന ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. കോൺക്രീറ്റ് പാളികൾ കൊണ്ട് ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മൂടുകയാണ് എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി എന്ന സ്ഥാപനം പുറത്തുവിട്ട ചിത്രങ്ങളാണ് ഇറാന്റെ തയ്യാറെടുപ്പ് വ്യക്തമാക്കുന്നത്. പാർജിൻ സൈനിക സമുച്ചയത്തിനുള്ളിലെ പുതിയ തലേഗാൻ 2 സൈറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഫെബ്രുവരി 13 ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പ്രധാന ഘടനയ്ക്ക് ചുറ്റും ഒരു കോൺക്രീറ്റ് ഷെല്ല് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് മറയ്ക്കാനും സംരക്ഷിക്കാനും ഇപ്പോൾ അതിനു മുകളിൽ മണ്ണിട്ട് കൂട്ടിയിരിക്കുകയാണ്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് തന്ത്രപ്രധാനമായ പാർജിൻ സൈനിക സമുച്ചയം. ഹൈ റെസൊല്യൂഷൻ അഥവാ വലിയ വ്യക്തതയുള്ള ചിത്രങ്ങളാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ടത്. 2024 ഇസ്രായേൽ ആക്രമിച്ചതായി പറയപ്പെടുന്ന സ്ഥലത്താണ് ഇറാൻ കോൺക്രീറ്റ് മൂടിയത് എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ നീക്കം എന്നതാണ് ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചന നൽകുന്നത്. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഇറാനുമായുള്ള ഇസ്രയേലിന്റെ 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്ക ബോംബിട്ട് തകർത്ത ഒരു ആണവ കേന്ദ്രത്തിലും പണി നടക്കുന്നുണ്ട്. ആണവ കേന്ദ്രത്തിന്റെ തുരങ്ക പ്രവേശന കവാടങ്ങളും മറ്റ് പ്രവേശന കവാടങ്ങളും ശക്തിപ്പെടുത്തുകയാണ് ഇറാൻ. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന മിസൈൽ താവളങ്ങൾ നന്നാക്കുന്നതും ചിത്രങ്ങളിൽ കാണാം. 2-3 ആഴ്ചകളായി ഇറാൻ പാർജിൻ സൈനിക സമുച്ചയത്തിലെ പുതിയ തലേഗാൻ 2 മണ്ണിട്ട് മൂടുന്ന തിരക്കിലായിരുന്നുവെന്ന് ചിത്രം പുറത്തുവിട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി അധികൃതർ പറയുന്നു. കോൺക്രീറ്റ് ഉറച്ചു കഴിഞ്ഞ് അത് മറയ്ക്കാൻ ഉപയോഗിച്ച മണ്ണ് നീക്കി. സമീപത്തുള്ള കുന്നുകളിലെ മൺകൂനകൾ സ്ഥലത്തെ കൂടുതൽ മറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കാം. പരിമിതമായ പ്രവേശന കവാടങ്ങൾ മാത്രം ദൃശ്യമാകാൻ സാധ്യതയുണ്ട് എന്നും ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. നയതന്ത്രവും ഭീഷണിയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും. സംഘർഷ സാധ്യത നിലനിൽക്കെ പുറത്തുവന്ന ഈ കണ്ടെത്തൽ ഇറാൻ എന്തിനും തയ്യാറാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. അതിനിടെ അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇസ്രയേലിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളെക്കുറിച്ച് വിശദീകരിക്കാൻ ഫെബ്രുവരി 28 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിച്ച നെതന്യാഹു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന് തടയിടുന്ന കരാറും ഉറപ്പാക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് എന്നീ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ ഇറാൻ അവസാനിപ്പിക്കുന്നതും കരാറിന്റെ ഭാഗമാക്കണമെന്ന് ഇസ്രയേലിന്റെ ആവശ്യം നെതന്യാഹു ട്രംപിനെ അറിയിച്ചിരുന്നു. അതിനിടെ ചർച്ചയുടെ പുരോഗതിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ നടന്ന ചർച്ചകളിൽ പരിമിതമായ പുരോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞു. ചർച്ചയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇനിയും ഏറെ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് സമയം അധികമില്ല എന്നതാണ് പ്രശ്നമെന്ന് റാഫേൽ ഗ്രോസി ചൂണ്ടിക്കാട്ടി. ഇരുപക്ഷവും ചർച്ചകൾക്ക് സന്നദ്ധത കാണിച്ചത് നല്ലത് തന്നെ. പക്ഷേ അത് മുന്നോട്ട് പോകുന്നത് മെല്ലെയാണ്. പ്രശ്നപരിഹാരം എന്നത് സങ്കീർണവുമാണ് എന്ന് റാഫേൽ ഗ്രോസി പറയുന്നു. കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം വെട്ടിക്കുറച്ചിരുന്നു. വ്യോമാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തതാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പക്ഷപാതപരമായ നിലപാടാണ് എന്നാരോപിച്ചായിരുന്നു ഈ നടപടി. ഇറാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു കരാറിലെത്തുന്നത് ബുദ്ധിപരമായ നടപടിയാകുമെന്ന് വൈറ്റ് ഹൗസ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൈനിക നടപടിയെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലവട്ടം സൂചനയും നൽകി. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയുമാണ്. ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും 2 തവണ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ആണവ പദ്ധതിയിൽ മാത്രം ചർച്ച എന്ന നിലപാട് മാറ്റാതെ തന്നെയാണ് ഇറാൻ ചർച്ചകളിൽ പങ്കെടുത്തത്. ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ കൈവരിക്കാതിരിക്കുകയാണ് അമേരിക്കയുടെ ആവശ്യം.
ഇസ്രയേലിന്റെ ആശങ്കയായ ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രഹരശേഷിയും പരിധിയും കുറയ്ക്കുക എന്നത് ചർച്ചകളിൽ വന്നതായി ആരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഒരു പരിധിവരെ ആണവ സമ്പുഷ്ടീകരണം നിയന്ത്രിക്കാം എന്നല്ലാതെ അമേരിക്ക ആവശ്യപ്പെടുന്നത് പോലെ ആണവ പദ്ധതി പൂർണ്ണമായും ഒഴിവാക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടില്ല. യുദ്ധം എന്ന സമ്മർദ്ദ തന്ത്രം എത്ര കടുപ്പിച്ചിട്ടും അമേരിക്ക ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഇറാൻ സന്നദ്ധവുമല്ല. ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ അമേരിക്ക നടത്തുമ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തി സൈനിക ഡ്രില്ലും ഇറാൻ നടത്തിയിരുന്നു. അമേരിക്ക യുദ്ധസന്നാഹം കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട് ഇറാനും. അമേരിക്ക ഇറാനെ മുറിപ്പെടുത്തിയാൽ ചോരയൊഴുകുന്നത് ലോകത്തിൻ്റേതാകുമെന്നാണ് സന്ദേശം. ലോകത്തെ അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ 20% ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അത് തടസ്സപ്പെട്ടാൽ ലോകത്തിന്റെ പല കോണുകളിലും എണ്ണ കിട്ടാതാകും. ആ രാജ്യങ്ങളിൽ വിലക്കയറ്റമുണ്ടാകും. ഭരണകൂടങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭമുണ്ടാകും. അങ്ങനെ അമേരിക്കയുടെ സ്വാർത്ഥത ലോകത്തിന്റെ താളം തെറ്റിക്കും. അങ്ങനെയെങ്കിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന കണക്കുകൂട്ടലുമുണ്ട് ഇറാന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എങ്കിൽ അമേരിക്കയ്ക്ക് ഇത് കച്ചവട താൽപ്പര്യത്തിൻ്റേത് മാത്രമാണ്. പൂർണ്ണ യുദ്ധം തുടങ്ങിയാൽ പരോക്ഷമായി അത് അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയെ തകർക്കുന്നതാകുമെന്നും ഇറാൻ കരുതുന്നു. ഇറാൻ തൊടുത്തുവിടുന്ന ഏതാനും ലക്ഷം ഡോളറുകളുടെ ആയുധങ്ങളെ തകർക്കാൻ അമേരിക്കയുടെ കയ്യിലുള്ളത് കോടിക്കണക്കിന് ഡോളറുകളുടെ സംവിധാനങ്ങളാണ്. യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ആയുധങ്ങൾ വഴി അമേരിക്കയ്ക്ക് ദശലക്ഷം കോടി ഡോളറുകൾ നഷ്ടപ്പെട്ടിരിക്കും. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വർഷങ്ങൾ നീണ്ട സൈനിക നടപടികൾക്ക് ചെലവായ തുക ഒരു മാസം കൊണ്ട് ഇറാൻ അമേരിക്കയെ കൊണ്ട് ചെലവാക്കിക്കും. നികുതി പണം കൊണ്ട് അമേരിക്കയുടേതല്ലാത്ത യുദ്ധം നടത്തുന്ന ട്രംപിനെ ജനങ്ങൾ പുറത്താക്കുമെന്നും ഇറാൻ കണക്കുകൂട്ടുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും യുദ്ധം ഒഴിവാക്കാൻ തന്നെയാകും ഇറാന്റെ ശ്രമം. കാരണം അത് ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് ഇറാനെ തന്നെയാകും. സാമ്പത്തികമായി ദുർബലമായ അവസ്ഥയിലുള്ള ഇറാന് യുദ്ധച്ചെലവ് കൂടി വഹിക്കാൻ കഴിയില്ല. അമേരിക്കയെ ആക്രമിക്കാതെ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആക്രമിക്കുകയാകും തന്ത്രം. സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്ക ആക്രമണം നിർത്തുമെന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിൽ ലോകത്തിനു മുന്നിൽ തോറ്റിട്ടുമില്ല, വലിയ ചെലവ് യുദ്ധം കാരണം ഉണ്ടായിട്ടുമില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. എന്നാൽ നയതന്ത്രത്തിലോ പരമ്പരാഗത യുദ്ധതന്ത്രത്തിലോ വിശ്വാസമില്ലാത്ത ട്രംപ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്ന ആശങ്കയും ഇറാനുണ്ട്. വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ സമ്മർദ്ദത്തിന്റെ നിഴലിൽ ചർച്ചകൾ തുടരുമ്പോഴും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ആണവ കേന്ദ്രങ്ങളെ കൂടുതൽ പ്രതിരോധശേഷി ഉള്ളതാക്കിയിരിക്കുകയാണ് ഇറാൻ. യുദ്ധം എന്നത് അനിവാര്യതയായി മാറുമെന്ന് ഇറാന്റെ കണക്കുകൂട്ടലിന് അടിവരയിടുന്നതാണ് ബങ്കർ ശൈലിയിലുള്ള നിർമ്മാണത്തിന്റെ ഉപഗ്രഹ തെളിവുകൾ. ഇതോടെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്ക കൂടുതൽ ബലപ്പെടുകയും ചെയ്യുന്നു.